നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളുടെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളുമാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. കുട്ടികളിൽ എന്തെല്ലാം രോഗലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഉടൻ ചികിത്സ തേടേണ്ടതിൻ്റെ അത്യാവശ്യം എത്രത്തോളമാണ്, അപകടകരമായ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് SCT ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഷീജ സുഗണ്ണാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും മാതാപിതാക്കൾക്ക് വളരെയധികം ആശങ്കയുള്ളതാണ്. അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ ഒരു ഘട്ടങ്ങളെ, ശൈശവഘട്ടത്തിലുള്ള കുട്ടികളുടെ അപകട സാധ്യതയുള്ള രോഗലക്ഷണങ്ങളെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചോളം ഇപ്പോൾ വലിയവരിലും കുട്ടികളും തമ്മിലുള്ളൊരു മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ പറയും. ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ നമ്മളോട് അവർക്ക് പറയാൻ സാധിക്കുന്നില്ല, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ ഒരു വളരെ ചെറിയൊരു കുഞ്ഞിൻ്റെ കാര്യം നമുക്ക് എടുക്കാം. അപ്പോൾ പ്രസവിച്ചൊരു കുഞ്ഞ് ഒരു പനി വരുന്നു, അപ്പം അല്ലെങ്കിൽ ഒരു 3 മാസം 6 മാസം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ചെറിയ പനി വന്നാൽ പോലും, വളരെ ചെറിയ 1 മാസത്തിന് താഴെയുള്ളൊരു കുഞ്ഞാണെങ്കിൽ ഒരു സാധാരണ ടെമ്പറേച്ചർ കൂടുതലായിട്ട് വന്നാലും അതൊരു ഗുരുതരമായ രോഗലക്ഷണം തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ ആയൊരു കുട്ടിക്ക് ഒരു പനി വന്നാൽ ചിലപ്പോൾ അതൊരു സാധാരണ വൈറൽ ഫീവർ ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കും സാധാരണ ഇപ്പോൾ എല്ലാവർക്കും അറിയാം പനി വന്നാൽ പാരസെറ്റമോൾ കൊടുക്കണം, കുറച്ച് വെള്ളം കുടിക്കണം, റെസ്റ്റ് എടുക്കണം, അപ്പോൾ പലപ്പോഴും അത് ശരിയായി പോകുമെന്നുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പനി എന്ന് പറയുന്ന ഒരു രോഗലക്ഷണം മാത്രമാണ്. ഒരു സാധാരണ വൈറൽ ഫീവറിനും പനി വരാം. അതേസമയം നമുക്ക് തലച്ചോറിൽ പഴുപ്പ് വന്നു, അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിനകത്ത് അണുബാധ ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ളൊരു അസുഖം ഉണ്ടായാലും അവിടെയും പനി ഒരു ലക്ഷണമായിട്ട് പുറത്തു വരും. അപ്പോൾ ഈ രണ്ടും തമ്മിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? നമ്മുടെ ഒരു കുഞ്ഞിന് പനി വരുമ്പം അത് വലിയ കുഴപ്പമില്ലാത്ത പനിയാണ്, അല്ലേ അതൊരു ഗുരുതരമായ ഒരു പനിയാണ്, എങ്ങനെ മനസ്സിലാക്കുക? അതിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവരെ പോലെ ആശങ്കകളോ ആവലാതികളോ വേവലാതികളോ ഇല്ല, കൂടുതൽ കാന്തമായി ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണ്? അവർക്ക് പനി വരുന്ന സമയത്ത്, പനി ഉള്ള സമയത്ത് മാണ്ട് കിടക്കും. പക്ഷെ എന്നാൽ ഒന്ന് പാരസെറ്റമോളൊക്കെ കൊടുത്ത് ഒന്ന് വിയർത്ത് പനിയൊക്കെ മാറിക്കഴിയുമ്പോഴോ നമ്മളെപ്പോലെ ക്ഷീണമൊന്നും അവർ ചിന്തിച്ച് കൂട്ടി എടുക്കുന്നില്ല, അവരപ്പോൾ ഓടിക്കളിക്കാൻ തുടങ്ങും. പക്ഷെ അതേസമയം ഒരു പനിയുള്ള കുഞ്ഞിന് നമുക്ക് പനിയുടെ മരുന്ന് കൊടുത്ത് പനി കുറഞ്ഞതിന് ശേഷവും കുഞ്ഞ് അതുപോലെ തന്നെ ക്ഷീണിച്ച് കിടക്കുകയാണ്, അങ്ങ് മന്ദത കാണിക്കുന്നുണ്ട്, ഉറക്കക്കൂടുതൽ കാണിക്കുന്നുണ്ട്, അത് ഒരു ഗുരുതര ലക്ഷണമാണ്. അപ്പോൾ പനി കുറയുന്ന സമയത്തും കുട്ടി വളരെയധികം ക്ഷീണം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെച്ചുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലണം. അതുപോലെ മറ്റൊരു കാര്യം, ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ചോളം നമ്മൾ മനസ്സിലാക്കേണ്ട, എത്ര വയ്യാതിരുന്നാലും മുലപ്പാൽ കുടിക്കും. ഇപ്പം നമ്മളിപ്പോൾ പനി വന്നാൽ ആഹാരം കഴിക്കത്തില്ല, കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ്. പനി വരുമ്പോൾ അവർക്കും തലവേദന കാണും, ദേഹം വേദന കാണും, വായിക്ക് രുചിക്കുറവ് കാണും, അവരും ആഹാരം വേണ്ട, കുറച്ചേ കഴിക്കുകയുള്ളൂ. പക്ഷെ മുലപ്പാൽ കുടിക്കുന്നൊരു കുട്ടി എത്ര വയ്യായി ഉണ്ടെങ്കിലും മുലപ്പാൽ കുടിച്ചിരിക്കും. പക്ഷെ അപ്പം ഒരു കുഞ്ഞിന് അസുഖം വരുമ്പം മുലപ്പാൽ പോലും കുടിക്കുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ ഒരു ഗുരുതര ലക്ഷണമാണ്. ഈ മുലപ്പാൽ കുടിക്കുന്നില്ല എന്ന് നമ്മൾ പറയുമ്പം, അപ്പോൾ ചിലപ്പം ഒരു മൂക്കടപ്പ് കാരണം പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടാവാം, ചിലപ്പോൾ ഒരു ചെവിവേദന കാരണം പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടാവാം, പക്ഷെ ചിലപ്പം അതൊരു അണുബാധയുടെ ലക്ഷണമോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ആവരണത്തിൽ വരുന്ന പഴുപ്പ്, മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെയോ രോഗലക്ഷണമാവാം. അപ്പോൾ കുഞ്ഞ് മുല ഉറിഞ്ചി കുടിച്ചുകൊണ്ടിരുന്നൊരു കുട്ടി അസുഖം വരുമ്പം ഉറിഞ്ചാതിരിക്കുന്നുണ്ട്, കുടിക്കാതിരിക്കുന്നുണ്ട്, വെച്ചുകൊണ്ടിരിക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലണം. ഓക്കെ ഡോക്ടർ, ഈ പറഞ്ഞല്ലോ പലപ്പോഴും നമ്മുടെ ഈ കുഞ്ഞുങ്ങളുള്ള വീടുകളിലെല്ലാം പാരസെറ്റാമോളിൻ്റെ സിറപ്പൊക്കെ സർവ്വസാധാരണമാണ്. ചെറിയൊരു ചൂട് കാണുമ്പോൾ തന്നെ അമ്മമാർ അതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞ ആ ഒരളവിൽ പനിയുടെ മരുന്ന് കൊടുക്കുന്നു. പിന്നെ അങ്ങനെ ആ ഒരു ആദ്യം തന്നെ ഒരു പനി കൂടാതിരിക്കുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടാതിരിക്കാൻ ആദ്യം തന്നെ പാരസെറ്റാമോൾ കൊടുക്കുന്ന ഒരു പ്രവണത പലപ്പോഴും പലരിലും കാണാറുണ്ട്. അത് എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥയെക്കുറിച്ചൊന്ന് പറയാമോ? അങ്ങനെ നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ? അപ്പോൾ പനി നമ്മളെപ്പോഴും, ഞാൻ ആദ്യമേ പറഞ്ഞു അല്ലേ, പനി ഒരു രോഗലക്ഷണമാണ്. സത്യം പറഞ്ഞാൽ പനി നമ്മളെ ഒരു അസുഖത്തിൽ നിന്ന് നമ്മുടെ ശരീരം അണുക്കളിനെതിരെ പൊരുതുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് പനി ശരിക്കും കാണിക്കുന്നത്. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളാവുമ്പോൾ ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് കൂടുകയോ വളരെ കൂടുതലുമായിട്ട് കൂടുകയോ ചെയ്യുമ്പോൾ ജന്നി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ പനി വരുമ്പോൾ അസ്വസ്ഥത ഒഴിവാക്കാൻ, തലവേദന മാറാൻ, ദേഹം വേദന മാറാൻ ഒക്കെ, ചൂടൊന്ന് കുറയാനായിട്ട് പാരസെറ്റമോൾ കൊടുക്കാം എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അതിനകത്ത് ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ആ ഡോക്ടർ പറയുന്ന അളവിൽ, പറയുന്ന ഇടവേളകളിൽ മാത്രമേ പാരസെറ്റമോൾ കൊടുക്കാവുള്ളൂ.
അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ എന്താ പറ്റുന്നത്, നമ്മളിപ്പോൾ മറ്റ് ശാഖകളിലുള്ള മരുന്ന്, ഇപ്പോൾ ഹോമിയോ മരുന്നൊക്കെയാണെങ്കിൽ പനിക്ക് ചിലപ്പോൾ 2 മണിക്കൂർ ഇടവിട്ട് കൊടുക്കുന്ന അവസ്ഥയോ എന്ന് വെച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം. ചില മരുന്നുകൾ അങ്ങനെയാണ്. പക്ഷേ പാരസെറ്റമോൾ എന്ന് പറയുന്നത് നമ്മൾ 6 മണിക്കൂർ ഇടവിട്ട് 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് അടുത്ത ഡോസ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പനി കുറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മരുന്നിൻ്റെ അളവ് കൂട്ടുകയോ മരുന്നിൻ്റെ തവണ കൂട്ടുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ സൈഡ് എഫക്റ്റ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാരസെറ്റമോൾ എന്ന് പറയുന്ന പല ബ്രാൻഡിൻ്റെ പാരസെറ്റമോളുണ്ട്. പല രൂപത്തിൽ ഇത് അവൈലബിളാണ്. എന്ന് വെച്ചാൽ ടാബ്ലറ്റ് ഉണ്ട്, സിറപ്പുണ്ട്, തുള്ളിമരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് പാരസെറ്റമോളിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. ഈ ചെറിയ കുപ്പിയിൽ വരുന്ന തുള്ളിമരുന്നിൽ 1 മില്ലിയിൽ സാധാരണ 100 മില്ലിഗ്രാം അല്ലെങ്കിൽ 150 മില്ലിഗ്രാം പാരസെറ്റമോൾ ആയിരിക്കും ഉണ്ടാകുന്നത്. അതേസമയം നമ്മൾ കുപ്പിയിൽ വരുന്ന സിറപ്പാണെങ്കിൽ 5 മില്ലിയിൽ ചിലപ്പോൾ 125 കാണുകയുള്ളൂ, അല്ലെങ്കിൽ 5 മില്ലിയിൽ 250 കാണും. അപ്പോൾ കൃത്യമായിട്ട് ഡോക്ടർ എന്താ എഴുതിയിരിക്കുന്നത്, അതിനകത്ത് 1 മില്ലിക്കകത്ത് എത്ര പാരസെറ്റമോൾ ഉള്ളോ, എന്താണ് നമ്മുടെ ഡോക്ടർ നമുക്ക് എഴുതി തന്നിരിക്കുന്ന കുഞ്ഞിന് ആ അളവിൽ ആ ഇടവേളകളിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. മാറിയും തിരിഞ്ഞും കൊടുക്കാൻ പാടില്ല. തീർച്ചയായിട്ടും സൈഡ് എഫക്റ്റ്, പ്രത്യേകിച്ചും കൂടുതലും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിന് പ്രോബ്ലം വരാൻ സാധ്യതയുള്ളൊരു മരുന്ന് തന്നെയാണ്. ഓക്കെ ഡോക്ടർ, ഈ പറഞ്ഞ പോലെ തന്നെ പനിയോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ജലദോഷമാണ്. കാരണം പലപ്പോഴും കുഞ്ഞുങ്ങളിൽ ഈ ഒരു മൂക്കടപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജലദോഷത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് പാരസെറ്റമോൾ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ടെമ്പറേച്ചർ ഉണ്ടാവത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് പ്രത്യേകിച്ചും ഈ ജലദോഷമായിരിക്കും കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുന്നത്. ഈ മുലപ്പാൽ കുടിക്കാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ അപ്പോഴുണ്ടാവാം. ആ ഒരു സമയത്ത് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് പറയാമോ? അപ്പം നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ജലദോഷം എന്ന് പറയുന്നത് തനിയെ മാറുന്നൊരു അസുഖമാണ്. അപ്പോൾ നമ്മൾ പറയും ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ഒരാഴ്ച കൊണ്ട് മാറും, പോയില്ലെങ്കിൽ 7 ദിവസം കൊണ്ട് മാറും. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം തന്നെ. എന്ന് വെച്ചാൽ ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. അത് വന്നു കഴിഞ്ഞാൽ വൈറസ് നമ്മുടെ ശരീരത്തിൽ 3-4 ദിവസം കാണും. അത് കഴിഞ്ഞാൽ വൈറസ് അങ്ങ് പോകും. അപ്പം നമുക്ക് ആ ഇടവേളയിൽ ആ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ നോക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ കൂടുതലും മരുന്നുകളുടെ ആവശ്യം ഇല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. അപ്പം യൂറിനൊക്കെ നന്നായിട്ട് പോകണം. ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കുക. മൂക്കടപ്പുണ്ടെങ്കിൽ നമുക്ക് സെലൈൻ നേസൽ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉപ്പ് ലായനിയാണ്, വളരെ മൈൽഡായിട്ടുള്ള ഉപ്പ് ലായനിയാണ്. അതാണ് അത് വാങ്ങിക്കാൻ കിട്ടും, സെലൈൻ നേസൽ ഡ്രോപ്സ് എന്ന് പറഞ്ഞ്. അത് നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് മൂക്കിൽ ഇറ്റിച്ച് കൊടുത്തിട്ട് പാല് കുടിക്കാനായിട്ട് സഹായിക്കും. അല്ലാതെ ജലദോഷം നിർത്താനായിട്ട് മരുന്നുകളുടെ ആവശ്യമില്ല. ഡോക്ടർ, ഈ പനി, ജലദോഷം ഈ ഒരു സാഹചര്യം പോലെ തന്നെ പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് വയറിളക്കം, ലൂസ് മോഷൻ. അത് കുഞ്ഞുങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചും അമ്മമാർക്ക് ആ സമയത്ത് ഭയങ്കര ടെൻഷൻ അടിക്കും. കാരണം അവരൊന്നും കഴിക്കുന്നുണ്ടാവില്ല, വല്ലാണ്ട് മാണ്ട് ക്ഷീണത്തോടു കൂടിയ കുഞ്ഞുങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ നിർജ്ജലീകരണം ഉണ്ടാവാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമാക്കാമോ? വളരെ നല്ല ചോദ്യം. അപ്പോൾ ഞാൻ അതിനെ ഒരു 2ആയിട്ട് പറയാൻ ആഗ്രഹിക്കും. ഒന്ന്, നമ്മൾ വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന 1 മാസം 2 മാസം പ്രായമുള്ള കുട്ടികൾക്ക് പലപ്പോഴും അമ്മമാർ കൊണ്ടുവരും വയറിളകുന്നുണ്ട്, വെള്ളവും പീരയും പോലെ പോകുന്നുണ്ടോ എന്നൊക്കെയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, മുലപ്പാൽ കുടിക്കുന്ന കുട്ടി പലപ്പോഴും കൊച്ചു കുഞ്ഞിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 1 മാസം 2 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അവർ പല തവണ മലം പോവും. അപ്പോൾ മലം പോകുന്നതിനൊപ്പം തന്നെ മൂത്രവും നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് വയറിളക്കം അല്ല എന്നുള്ളൊരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 5, 6, 7 തവണ മലം പോകുന്നുണ്ട്, മലത്തിൻ്റെ കൂടെ മൂത്രവും നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് വയറിളക്കമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ വയറിളക്കം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ശരീരത്ത് നമ്മൾ കുടിക്കുന്ന പാലായാലും ആഹാരമായാലും നന്നായിട്ട് പിടിക്കാതെ ഇളകിപ്പോകുന്നു. അപ്പം നമ്മുടെ ശരീരം അത് പിടിച്ചെടുക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പിടിച്ചെടുക്കുന്നില്ലെങ്കിൽ വയറിളക്കം വരുമ്പോൾ ആദ്യം വരുന്ന ലക്ഷണം മൂത്രത്തിൻ്റെ അളവ് കുറയും എന്നുള്ളതാണ്. അപ്പോൾ മലം പോകുന്നതിനോടൊപ്പം മൂത്രവും അതിൽ കൂടുതലായിട്ട് തന്നെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്നത് പോലല്ല, കുഞ്ഞു പാല് കുടിക്കുന്നതിൻ്റെ ഒരു ഭാഗം ശരീരത്തെ ആഗിരണം ചെയ്യുന്നുണ്ട്, അതാണ് മൂത്രമായിട്ട് പുറത്തു വരുന്നത്. ആ കുഞ്ഞിന് വേറെ മരുന്നിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും ഇതിനെ നമ്മളൊരു 4 മിൽക്ക് സിൻഡ്രോം എന്ന് പറയും. എന്ന് വെച്ചാൽ നവജാത ശിശുക്കൾക്ക് അമ്മമാർക്ക് ധാരാളം പാലുണ്ടെങ്കിൽ അവർ ഒരു വശം പാല് കുടിപ്പിക്കുമ്പം മറ്റേ വശത്തൂടെ പാലിങ്ങനെ ഒഴുകുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആ കുഞ്ഞിനെ ഒരു മുലയിൽ നിന്ന് മാറ്റി മറ്റേ മുലയിലോട്ട് വയ്ക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മുലപ്പാലിൽ ആദ്യം വരുന്ന പാല് വെള്ളം പോലത്തെ പാലാണ്, 4 മിൽക്ക് എന്ന് നമ്മൾ പറയും.
പുറകെ വരുന്ന പാലാണ് കുറുകിയ പാല്. അപ്പോൾ ഈ മുമ്പേ വരുന്ന പാല് മിൽക്ക് മാത്രമാണ് നമ്മൾ കുഞ്ഞിന് 2 മുലയൊന്നും കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞ് നന്നായിട്ട് കുടിക്കും, ദാഹം ശമിക്കും. പക്ഷേ ഒന്ന് മൂത്രം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അവന് വിശപ്പ് പിന്നെയും പാൽ ആവശ്യപ്പെടും. അപ്പോൾ അതിനോടൊപ്പം മലവും കൂടുതലായിട്ട് പോകും. അപ്പോൾ അതേസമയം അങ്ങനെ പാല് കൂടുതലുള്ള അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വശത്തെ മുലയിലെ പാല് നല്ല രീതിയിൽ കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റേ മുലയിലോട്ട് പോകാവുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ മലം പോകുന്നതിൻ്റെ തവണയിൽ കുറവ് വരും എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ സംസാരിച്ചത് വയറിളക്കം അല്ലാതെ വരുന്ന ഇളകിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. രണ്ടാമത്തെ നമ്മളോട് ഇപ്പോൾ ചോദിച്ചത് ശരിക്കുമുള്ള വയറിളക്കം വരും എന്ന് വെച്ചാൽ ഇപ്പം ഇന്നലെ വരെ പോയ രീതിയിലല്ല ഇന്ന് മലം പോകുന്നത്. ഇന്ന് പെട്ടെന്ന് ഇളകി അങ്ങ് പോകുന്നു, ധാരാളം ലൂസായിട്ട് പോകുന്നു, അളവിൽ കൂടുതലായിട്ട് പോകുന്നു. അതിനോടൊപ്പം കുഞ്ഞു ക്ഷീണം കാണിക്കുന്നു, മാണ്ട് കിടക്കുന്നു, മൂത്രം പോകുന്നില്ല, കണ്ണൊക്കെ ചുണ്ടൊക്കെ ഉണങ്ങി വരുന്നു. അതൊക്കെ തീർച്ചയായിട്ടും നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് നിർജ്ജലീകരണം വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന 2 സൈൻ. ഒന്ന്, കുഞ്ഞിൻ്റെ ദാഹം കൂടുതൽ കാണിക്കുന്നു. അപ്പം തന്നെ മനസ്സിലാക്കണം അവന് തീർച്ചയായിട്ടും കുറച്ച് നിർജ്ജലീകരണം വന്നിട്ടുണ്ട്. അതേസമയം അമിത മയക്കം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിർജ്ജലീകരണം വളരെയധികം അപകട സാധ്യതയിലോട്ട് പോയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ 6-8 മണിക്കൂറായിട്ട് കുഞ്ഞു മൂത്രം ഒഴിച്ചിട്ടില്ലെങ്കിലും അത് നിർജ്ജലീകരണം കൂടുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ വയറിളക്കം ഉള്ളപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ വയറിന് നല്ല രീതിയിൽ ആഹാരം ദഹിപ്പിച്ചെടുക്കാനുള്ള കഴിവ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യാനുള്ളത് കുറേശ്ശെ വീതം പല തവണ കൊടുക്കുക. ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ ഇളകി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് നമ്മൾ ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് എന്ന് പറയും. അത് ഈ സമയത്ത് കുറച്ച് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ടൈം. അതേസമയം ഇപ്പം നമ്മളൊരു പാത്രം കഞ്ഞി എടുക്കുന്നു, അത് ഒരുമിച്ച് കൊടുക്കുന്നതിന് പകരം അതിനകത്തൊരു 2 സ്പൂൺ കഞ്ഞി കൊടുത്തു, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ 2 സ്പൂൺ കൊടുത്തു. അങ്ങനെ കുറേശ്ശെ വീതം കൊടുക്കുമ്പം നമ്മുടെ കുഞ്ഞിൻ്റെ വയറ് പതുക്കെ അത് പിടിച്ചെടുക്കും. ആ ശരീരത്തിലോട്ട് നമുക്കത് എടുക്കാൻ പറ്റും, ശരീരത്തിന് അത് അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് വരാം. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, കണ്ണൂരിൽ നിന്നും ചന്ദ്രൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ. എൻ്റെ മകന്റെ മകനുണ്ട്, അവനിപ്പം 1 വയസ്സാകാൻ വേണ്ടി പോയി ഏപ്രിൽ 14 അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിതമായ വേർപ്പാണ്. തല എപ്പോഴും നനഞ്ഞിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് ജലദോഷവും ചിലപ്പോഴും ബാക്കിയുള്ള വിഷമങ്ങളും വരുന്നു. വെയിറ്റ് ഒക്കെ എങ്ങനെയാണ് കുഞ്ഞിന്? വെയിറ്റ് ഒക്കെ ആവശ്യത്തിനുണ്ടോ? വെയിറ്റ് തൂക്കം ഭാരം എത്ര ഉണ്ട് ഇപ്പം? 9 കിലോ അല്ലേ? 9 കിലോ. 9 കിലോ. ശരി. ഇല്ല, നമ്മുടെ ഈ വിയർപ്പ് കൂടുന്നതും കുറയുന്നതും ഒക്കെ കുറേയൊക്കെ നമ്മുടെ ശരീരപ്രകൃതമാണ്, അതിനകത്ത് നമുക്കിതില്ല. പിന്നുള്ളത് ചില ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളിലും വരാം. ഇപ്പോൾ തൈറോയിഡിൻ്റെയൊക്കെ പ്രവർത്തനം കൂടി നിൽക്കുന്നതാണെങ്കിൽ. പക്ഷേ കുഞ്ഞിന് വെയിറ്റ് 1 വയസ്സിൽ 9 കിലോ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത വെയിറ്റാണ്. മറ്റു കാര്യങ്ങളെല്ലാം കുഞ്ഞ് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പേടിക്കേണ്ട കാര്യം വരുന്നില്ല. തല എപ്പോഴും നനഞ്ഞിരിക്കും, അതുകൊണ്ട് ജലദോഷം വരും. ആ ഒരു പ്രോബ്ലം ഉള്ളത്. തല നനഞ്ഞിരിക്കുന്നത് കാരണം ജലദോഷം വരേണ്ട ആവശ്യമില്ല. പക്ഷേ കൂടുതൽ നേരം നനഞ്ഞ് ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ കഴിവതും കുറയ്ക്കാൻ നോക്കുക. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വിയർക്കാതിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലാവസ്ഥയാണ്. അതൊരു അസുഖമായിട്ട് കരുതണ്ട. പറച്ചിൽ കേട്ടിട്ട് നമുക്കൊരു കുഞ്ഞിൻ്റെ ശരീരപ്രകൃതമായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ. അതേസമയം വെയിറ്റ് വെക്കുന്നില്ല, മലം കൂടുതലായിട്ട് പോകുന്നുണ്ട്, ക്ഷീണിച്ച് വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ഒന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ ഒരു വയറിളക്കം അല്ലെങ്കിൽ പനി അത്തരം പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു. ചുമയും ഇതുപോലെ തന്നെ നവജാത ശിശുക്കളെയും അല്ലെങ്കിൽ മുന്നോട്ടുള്ള ശൈശവത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കുട്ടികളെ ബാധിക്കാറുണ്ട്. ചുമയുള്ള കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? ശരിയാണ്, ചുമയും വളരെയധികം കോമൺ ആയിട്ട് വരുന്നൊരു അസുഖം തന്നെയാണ്. ഇപ്പോൾ ചുമയിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ചുമയ്ക്കുമ്പം കഫമുള്ള ചുമ പോലെ അല്ലേ, നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. തൊണ്ട കുത്തിയുള്ളൊരു ചുമ, കൊക്കിയുള്ള ചുമയാണ് പലപ്പോഴും ജലദോഷമുള്ള സമയത്ത് ആ നീര് തൊണ്ടയിലോട്ട് ഇറങ്ങുന്നത് കാരണം വരുന്നതാണ്. അതിനകത്ത് അത്രയും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ കേൾക്കുമ്പം ഒരു കഫത്തിൻ്റെ സൗണ്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണിക്കണം. പക്ഷെ അപകട ലക്ഷണം എന്ന് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഒരു ചുമയുള്ള കുഞ്ഞിന്
പനി ഓരോ ദിവസവും കഴിയുമ്പോൾ പനി കൂടി വരികയാണ്, അല്ലെ അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞ് വളരെ അമിത ക്ഷീണം കാണിക്കുന്നു, അല്ലെങ്കിൽ ചുമയുടെ കൂട്ടത്തിൽ നമ്മൾ നോക്കുമ്പം കുഞ്ഞ് ശ്വാസം എടുക്കുന്ന സാധാരണത്തെക്കാളും വേഗത കൂടി, അല്ലേ വളരെ ബുദ്ധിമുട്ടി ശ്വാസം എടുക്കുന്നു, അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ ശ്വാസത്തിൻ്റെയും കൂട്ടത്തിൽ ഈ രീതിയിൽ മുക്കി ശ്വാസം വിടുന്നു. അതിന് നമ്മൾ ഗ്രണ്ടിങ് എന്നാണ് പറയുന്നത്. ഗ്രണ്ടിങ് ഒരു അപകട ലക്ഷണം തന്നെയാണ്. പലപ്പോഴും ന്യൂമോണിയ ഉള്ള കുഞ്ഞുങ്ങളാണ് ഗ്രണ്ട് ചെയ്യാറുള്ളത്. അപ്പം ആ രീതിയിൽ മുക്കി ശ്വാസം വിടുന്നുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചർ സൈൻ ആണെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ പനി കൂടിയാലും കുഞ്ഞുങ്ങൾ മുക്കും, പക്ഷേ നമ്മൾ അതിനേക്കാളും ഇതായിട്ട് പറയുന്നത് ന്യൂമോണിയയുടെ ഒരു രോഗലക്ഷണമായിട്ടാണ് അത് എടുക്കുന്നത്. അതുപോലെ ശ്വാസം എടുക്കുമ്പോൾ കുഴിഞ്ഞു വലിക്കുക, അല്ലെങ്കിൽ ചുമയുള്ള കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുലപ്പാൽ കുടിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുക, കുടിക്കാൻ പറ്റാതിരിക്കുക, ആഹാരം കൊടുക്കുമ്പം കുടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പിന്നെ കൈ ചുണ്ടൊക്കെ നീലിച്ച് വരിക, അല്ലെങ്കിൽ വിളറി വരിക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള രോഗലക്ഷണങ്ങളാണ്. നമ്മൾ രാത്രിയാണോ പകലാണോ എന്നൊന്നും നോക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലണം എന്നുള്ളതാണ്. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, കോഴിക്കോട് നിന്നും രജീഷ്. രജീഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഡോക്ടർ, ഒരു 2 മാസം മുമ്പ് ഒരു 2 വയസ്സുള്ള മോളാണ്, ഒരു ചിക്കൻ ബോക്സ് വന്നിരുന്നു. അപ്പോൾ അതിപ്പോ മാറി. ഇപ്പൊ അതിന്റെ ശേഷം ഇപ്പൊ എന്തെങ്കിലും കഴിക്കണോ? മരുന്ന് എന്തെങ്കിലും വേറെ കഴിക്കേണ്ടതുണ്ടോ? ഇല്ല. ചിക്കൻ പോക്സ് എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ വരുന്ന സമയത്ത് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണെങ്കിലും നമ്മുടെ അങ്ങനെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന ഒരു അസുഖമല്ല. അത് കാരണം പേടിക്കേണ്ട. അത് വന്നു പോയി വരുന്ന സമയത്ത്, പ്രത്യേകിച്ചും ആ സമയത്തൊരു കോംപ്ലിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ അതിനായിട്ട് പ്രത്യേകിച്ചൊരു മരുന്നോ കാര്യങ്ങളോ വേണ്ട. അതേസമയം 5ാം പനിയോ പൊങ്ങം പനിയോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന അസുഖങ്ങളാണ് മണ്ണെന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ വൈറ്റമിൻ എയും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ചിക്കൻ പോക്സിന് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല, ഇനി സാധാരണ പോലെ തന്നെ. താങ്ക് യു. ഓക്കെ, പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, പലപ്പോഴും കുട്ടികളെ മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആ സമയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ വഴിയിൽ വെച്ച് സമീപത്തെ ആശുപത്രികൾ ഒരു അടിയന്തര ചികിത്സ തേടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ കരുതലുകളാണ് എടുക്കേണ്ടത്? ഈ ഒരു വിഷയത്തിലുള്ള വിശദമായി ഒന്ന് പറയാമോ? എനിക്ക് തോന്നുന്നു അതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും പാമ്പ് കടി ഏറ്റ് നമ്മൾ റെഫർ ചെയ്ത് വിടുമ്പം. അപ്പോൾ ഇത് പലവട്ടം നമുക്ക് സംഭവിച്ചിട്ടുള്ള ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ ആശുപത്രി ചെല്ലുമ്പം ആ സമയത്ത് കാര്യമായ ഒരു വിഷബാധയുടെ ലക്ഷണങ്ങളൊന്നും കാണില്ല. അപ്പോൾ ഡോക്ടർ പ്രഥമ ശുശ്രൂഷ നൽകി മറ്റൊരു വലിയ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് വിടുന്നതായിരിക്കും. പക്ഷേ ഈ പാമ്പ് കടിയിൽ നമുക്ക് 2 തരം വിഷബാധയാണ് ഉണ്ടാവുന്നത്. ഒന്ന്, നമ്മുടെ രക്തം കട്ടിയാവാൻ സമ്മതിക്കാതെ ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നു. മറ്റേത് നമ്മുടെ ഞരമ്പുകളെ തളർത്തുന്നു. ഈ ഞരമ്പുകളെ തളർത്തുന്നതാണ് നമുക്ക് ഏറ്റവും അധികം പേടിയുള്ളൊരവസ്ഥ. കാരണം ഞരമ്പുകൾ തളരുമ്പോഴത്തേക്ക് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെയാവുന്നു. ശ്വാസം എടുക്കാൻ പറ്റാതാവുമ്പോൾ മരണം സംഭവിക്കുന്നു. അപ്പോൾ ഇത് വളരെ പെട്ടെന്നാണ് ഈ വിഷാംശം ശരീരത്തോട്ട് വ്യാപിക്കുന്നത്. അപ്പോൾ ആദ്യം കണ്ട ഡോക്ടറിന് ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഞരമ്പുകൾ തളരുന്നതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും ആ സമയത്ത് രോഗിയിൽ കാണില്ല. അപ്പോൾ രോഗി അത് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോഴായിരിക്കും അവർ റെഫർ ചെയ്ത് വിടുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം? അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ വഴി വെച്ച് നമ്മൾ നോക്കുമ്പം അവൻ്റെ കണ്ണടഞ്ഞടഞ്ഞു വരുന്നു. അപ്പോൾ സാധാരണ ഒരു കടിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ കുഞ്ഞും കുറച്ച് വെപ്രാളത്തോടാണ് ഇരിക്കുക, അങ്ങനെ ഉറങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ണടഞ്ഞടഞ്ഞ് വരുവാണെങ്കിൽ നമ്മളതിന് ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്സ് എന്ന് പറയും. ശരിക്കും അവിടുത്തെ നെർവ്സ്, ഞരമ്പുകൾ തളർന്നു പോകുന്നത് കാരണമാണ് അവിടെ ആ കണ്ണടയുന്നത്. പണ്ടുള്ളവർ പറയത്തില്ലേ ഉറങ്ങാതെ നോക്കണം എന്നൊക്കെ. യഥാർത്ഥത്തിൽ അതിൻ്റെ ശാസ്ത്രം ഉറക്കമല്ല, ഈ മസിലാണ് വീക്കാവുന്നത്. അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് കാണിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഒരാൾ ശ്വാസം മുക്കി എടുക്കുന്നു, അല്ലെങ്കിൽ കുഴിഞ്ഞു വലിക്കുന്നു, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ വെപ്രാളം കാണിക്കുന്നു, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ പാമ്പ് കടി ഏൽക്കുമ്പോൾ ശരിക്കും സംഭവിക്കുന്ന ഈ മസിൽ വീക്കാവും തോറും ശ്വാസം എടുക്കാൻ പറ്റാതെ പോവുകയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ പതുക്കെ ആ ശ്വാസം ഇല്ലാതാവുന്ന ഒരു സ്റ്റേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ഇപ്പം നമ്മളോട് സംസാരിച്ച വണ്ടിയിൽ കയറിയൊരു കുഞ്ഞാണ്. വഴി വെച്ച് കണ്ണടഞ്ഞു വരുന്നു. നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണോ ഒരു സൗകര്യമുള്ളൊരു ഹോസ്പിറ്റൽ നോക്കി പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അവിടെ കയറ്റണം. കാരണം അവിടെ വെച്ച് അവർ ശ്വാസം നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്താൽ, നമ്മൾ സാധാരണ പറയും ട്യൂബിട്ട് കൃത്രിമമായ ശ്വാസം കൊടുത്തിട്ട് അവർ ആ സൗകര്യമുള്ളൊരു ആംബുലൻസിലല്ലേ ആ ഒരു നേഴ്സിനെയും കൂടെ അതിൻ്റെ കൂട്ടത്തിലാക്കി നമ്മൾ വലിയ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യും. അങ്ങനെ വരുമ്പം ആ കുഞ്ഞിനെ ബാക്കി
മരുന്നിൻ്റെ ചികിത്സയൊക്കെ നമുക്ക് വലിയ ഹോസ്പിറ്റലിൽ വന്നിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ശ്വാസം വഴിയിൽ നിന്നു പോയാൽ തലച്ചോറിലോട്ടുള്ള ഓക്സിജൻ അവിടെ വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ വഴിയിൽ വെച്ച് തന്നെ മരണം സംഭവിക്കുമോ, അല്ലെങ്കിൽ മരണം സംഭവിച്ചില്ലെങ്കിൽ പോലും നമ്മൾ മറ്റ് ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിനിന് കാര്യമായ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്ത് അസുഖമായിട്ടായാലും നമ്മൾ റെഫർ ചെയ്യുന്ന വഴിക്ക് വെച്ച് രോഗലക്ഷണത്തിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കുഞ്ഞ് പ്രതികരിക്കുന്നത് കുറയുന്നുണ്ട്, ശ്വാസം എടുക്കുന്നത് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ അമിതമായ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, അങ്ങനെ പിന്നെ ജന്നി വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ യാത്ര അതേപോലെ തുടരുന്നതിന് പകരം ഒരു ആശുപത്രിയിൽ നിർത്തി വേണ്ട പ്രഥമ ശുശ്രൂഷ സ്വീകരിച്ചതിന് ശേഷം വേണം മുമ്പോട്ട് യാത്ര തുടരാനായിട്ട്. ഓക്കെ ഡോക്ടർ, നമുക്ക് സമയപരിമിതി മൂലം ഇടപെടുകയാണ്. നമ്മുടെ ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന അടിയന്തര പ്രശ്നങ്ങളെക്കുറിച്ച്, രോഗലക്ഷണങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഹലോ ഡോക്ടറിലൂടെ സംസാരിച്ചിരുന്നത്. ഈ വിഷയത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ വിശദമായ വിവരങ്ങളും നമുക്ക് നൽകിയത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് SCT ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഷീജ സുഗുണനാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും നമസ്കാരം.